കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വുളൂ എടുക്കൽ സുന്നത്താണ് എന്നാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ചില കാര്യങ്ങൾക്ക് ശേഷം വുളൂ ചെയ്യൽ സുന്നത്തുണ്ട് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, അശുദ്ധി ഉണ്ടായോ എന്നൊരാൾ സംശയിച്ചാൽ അദ്ദേഹത്തിന് വുളൂ ചെയ്യൽ സുന്നത്താണ്. അതായത് അശുദ്ധി ഉണ്ട് എന്ന് ഉറപ്പിച്ചാലല്ല, അശുദ്ധി ഉണ്ട് എന്ന് സംശയിച്ചാൽ, നിലവിൽ അദ്ദേഹത്തിന് ശുദ്ധി ഉണ്ടായിരുന്നു, അതിനുശേഷം അശുദ്ധി ഉണ്ടായോ എന്ന് സംശയിച്ചാൽ ആ വ്യക്തിക്ക് വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. രണ്ടാമത്തത്, ഒരാൾ ഛർദി ഉണ്ടായാൽ അതിനുശേഷം വുളൂ എടുക്കൽ സുന്നത്താണ്. 3, തീ സ്പർശിച്ച ഒരു വസ്തു ഭക്ഷിച്ചാൽ അതിനുശേഷം വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. 4, പാപകരമായ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ, മോശമായ കാര്യങ്ങൾ സംസാരിച്ചാൽ അതിനുശേഷം വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. അതുപോലെ മരണപ്പെട്ടു പോയ മയ്യത്തിനെ ചുമന്നുകൊണ്ടുപോയാൽ അതിനുശേഷവും വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. മയ്യത്തിനെ സ്പർശിച്ചാലും വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെയാണ് സ്വാഭാവികമായി നമുക്ക് ഉണ്ടാകുന്ന ഒന്നാണ് കോപമുണ്ടാവുക. ദേഷ്യപ്പെടുന്ന സമയത്ത് അതിനുശേഷവും വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. അതുപോലെ നമ്മൾ ഭയപ്പാടുണ്ടായാൽ, പേടിയുണ്ടായാൽ വുളൂ ചെയ്യൽ സുന്നത്താണ്. മറ്റൊന്നാണ് മീശ, തലമുടി പോലുള്ളവ വെട്ടിയാൽ അത് നീക്കം ചെയ്താൽ വുളൂ ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. വുളുവോടുകൂടി പിൻഭാഗം ഉറപ്പിച്ചിരുന്നു തൂങ്ങിയുറങ്ങിയവൻ ആ ഉറക്കത്താൽ തൻ്റെ വുളൂ മുറിഞ്ഞിട്ടില്ല എന്നുറപ്പുണ്ടെങ്കിൽ ആ വ്യക്തിക്കും വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. തുടങ്ങിയ 10-11 കാര്യങ്ങളിൽ വുളൂ ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു.